ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഭക്ഷണം കഴിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10 മണിക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. ഞാൻ ഇന്നലെ കുറച്ച് ചവ്വരി കൊണ്ട് പായസം വെച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ചവ്വരിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തു. ഞാൻ ഇതുവരെ ചവ്വരി പായസം തനിച്ച് വെച്ചിട്ടില്ല കേട്ടോ. സേമിയയുടെ കൂടെ അങ്ങനെ വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പായസം കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിന്നെ നോക്കിയപ്പോൾ ഒരുപാട് കട്ടി പോലെ തോന്നി, പിന്നെ ലൂസ് പോലെ ഒരു ടേസ്റ്റ് കുറവൊക്കെ തോന്നിയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അതിൽ കുറച്ച് നമ്മുടെ ഉപ്മാവിൻ്റെ സേമിയ കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ മൊത്തത്തിൽ അതെന്തായെന്ന് പറഞ്ഞാൽ പുഡിങ് പോലെ ഭയങ്കര കട്ടിയായി കേട്ടോ. പക്ഷേ അത് തണുപ്പിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കുട്ടികൾ ഞാനുമൊക്കെ കുറേശ്ശെ കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചില സാധനങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് വെക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും, ചിലത് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ചവ്വരി പായസം തനിച്ച് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ അത് വലിയ കറക്റ്റായിട്ട് കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് കാണുമ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ അതിങ്ങനെ മുത്തുമണി പോലെ കിടക്കണതാണ്, നല്ല രസമാണല്ലേ. അപ്പോൾ ഞാൻ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയെന്ന് വരില്ലല്ലോ അല്ലേ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഡെയിലി റുട്ടീനൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റായ പോലെയൊന്നും നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരുന്നില്ല കേട്ടോ. എന്താ ലീവായതുകൊണ്ട് തന്നെയുള്ള ആ ഒരു ചെറിയൊരു മടി തന്നെയാണ് കാരണം. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ എണീക്കുക പറഞ്ഞാൽ ഇപ്പോഴും 5 മണി 4:45 എണീക്കുന്ന ആൾ ഇപ്പോൾ ഒരു 5:30 കഴിഞ്ഞ് ഒരു 6 മണിയാകുമ്പോഴൊക്കെയാണ് കേട്ടോ എണീക്കുന്നത്. അപ്പോൾ വിഷു അല്ല, സ്കൂൾ പൂട്ടി വിഷുവും വേലയൊക്കെ കഴിഞ്ഞ് അപ്പോൾ കുറച്ചുകൂടെ അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്ന് മെല്ലപ്പൊക്കെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഞാൻ ആദ്യം എന്താ ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ വേഗം തന്നെ നമ്മൾ എല്ലാവരുടെയും അടിച്ചു തുടയ്ക്കൽ, അതുപോലെ തുണി തിരുമ്പൽ, അതുപോലെ കുറച്ച് പാത്രങ്ങൾ ചായ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴുകി പിന്നെ രാവിലത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അതെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനിടയിൽ കുളിക്കൽ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നുമില്ല രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കുക്കിംഗ് ജോലികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിനൊരു ആക്കം കിട്ടും കേട്ടോ. നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ കുക്കിംഗ് ജോലികൾ നമ്മൾ 10 മണിക്ക് ശേഷം ചെയ്യുന്നത് എങ്കിൽ നമ്മൾ രാവിലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് നമ്മുടെ തുണി തിരുമ്പൽ, അതുപോലെ തുടയ്ക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, എല്ലാ പണിയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ഇനിയിപ്പോൾ 10 മണിക്കല്ലേ നമുക്ക് ഉച്ചക്കലേക്കുള്ളത് കുക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ എന്താ പറയുക, എല്ലാ ജോലികളും നമുക്ക് ഒരുപാടായി പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ കുക്കിങ് 10 മണിക്ക് ശേഷം ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ തുടയ്ക്കൽ അടിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ നല്ലത്. അപ്പോൾ ഏതെങ്കിലും ഒരു പണി നമുക്ക് ലാഭം കിട്ടുകയും ചെയ്യും, എല്ലാ പണിയും നമുക്ക് ഒപ്പം കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലേക്കും ഉച്ചക്കലുള്ള കുക്കിങ്ങൊക്കെ ചെയ്ത് നമ്മുടെ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയും നമുക്ക് കുറച്ച് ലാഭം കിട്ടേണ്ട സമയം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടി വരും കേട്ടോ. ഒന്നാമത്തത് നമ്മൾ കുക്കിംഗ് ജോലി മെല്ലെ ആക്കിയാൽ തന്നെ നമ്മുടെ അന്നത്തെ ഒരു ജോലിയും ക്ലിയറായിട്ട് നടന്നു എന്ന് വരില്ല കേട്ടോ. അപ്പോൾ ഫുൾ ടൈം നമ്മൾ കിച്ചണിൽ തന്നെ ഇരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ചെറിയൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് നമ്മുടെ ജോലികളൊന്ന് കൈകാര്യം ചെയ്യണമെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ എന്താ പറയുക റെസ്റ്റ് എടുക്കാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം, അതുപോലെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ പച്ചക്കറി ഉണ്ടായിരുന്നില്ല, പിന്നെ പോയി കുറേ പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ അതിനെ കറക്റ്റായിട്ട് തന്നെ ഓർഡറാക്കി, അതുപോലെ തന്നെ അതെല്ലാം ഓരോ ഡപ്പിയിലാക്കി കറക്റ്റാക്കി വെച്ച്, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പുതിന അത് നുള്ളി വേറൊരു ഡപ്പിയിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ. നുള്ളി വെച്ചാൽ എന്താ പറയുക, നമ്മൾ രാവിലെ നേരം പെട്ടെന്ന് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചമ്മന്തി ഉണ്ടാക്കുന്ന സമയത്ത് ആ സമയത്ത് അതൊന്ന് ഊരിയെടുക്കാണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പുതിന പിന്നെ നമ്മൾ വേര് മാത്രം കളഞ്ഞിട്ട് അങ്ങനെ എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ പച്ചക്കറി ആയാലും ശരി എന്ത് സാധനങ്ങളായാലും ശരി കൊണ്ടുവന്ന അതേ സമയത്ത് തന്നെ അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കണമെങ്കിൽ ഒന്നുകൂടെ പണി നമുക്ക് എളുപ്പമായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാനിതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികൾ 2 എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അശ്വിൻ കുറച്ച് നാരങ്ങ വെള്ളം കലക്കി തരാൻ വേണ്ടിയിട്ട് അവൻ തന്നെയാണ് കേട്ടോ കലക്കുന്നത്. നമ്മൾ ഇങ്ങനെ അവരൊക്കെ കലക്കി തരുമ്പോൾ നമുക്ക് കുടിക്കുമ്പോൾ ഒരു സുഖം തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഈ സമയം നമ്മുടെ മോണ്ടു അല്ല കേട്ടോ, സോണ്ടുവിൻ്റെ ഡാൻസാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ നമ്മുടെ വേറൊരു പൂച്ചക്കുട്ടിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അതെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം വെക്കാൻ പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനിടയിൽ
നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ്മതി അരി വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോഴാണ് കാണാനും കഴിക്കാനും ഒക്കെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം വെച്ചു, അതിൽ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തു, അതുപോലെ തന്നെ നമ്മുടെ പെരിഞ്ചീരകം കുറച്ച് ചേർത്ത് കൊടുത്തു. അത് നല്ലപോലെ തന്നെ കടുക്കനെ ചൂടായ സമയത്ത് നമ്മൾ അതിലേക്ക് ഊറ്റി മാറ്റി വെച്ചിട്ടുള്ള നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 20 മിനിറ്റ് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചതാണ്. അപ്പോൾ ഒരു 3/4 വേവ് ആയ സമയത്ത് നമുക്കിതൊന്ന് ഊറ്റി മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഊറ്റി മാറ്റി എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത്. ഭയങ്കര ടേസ്റ്റ് പറഞ്ഞാലും പോരാ കേട്ടോ, അത്രയും ടേസ്റ്റാണ്. ചിക്കൻ ബിരിയാണിയെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ കുറച്ച് ഉള്ളിയൊക്കെ വറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ വെജിറ്റബിൾ ബിരിയാണി ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ടേസ്റ്റ് വ്യത്യാസം വരുന്നതെന്ന് വിചാരിക്കേണ്ട, നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെളിച്ചെണ്ണയിലാണ് കേട്ടോ നമ്മുടെ റൈസൊക്കെ റെഡിയാക്കി എടുക്കാറുള്ളത്. ടേസ്റ്റൊന്നും വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ റിഫൈൻഡ് ഓയിൽ അങ്ങനെയുള്ള എണ്ണകളൊക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും എത്രയും നല്ലതാണല്ലോ നമ്മുടെ സാധാ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നിങ്ങൾക്ക് സ്പൈസസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല, എന്താ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് അത് കടിക്കുന്ന ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നതുകൊണ്ട് നമ്മൾ പിന്നെ റൈസ് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ഉള്ളി ചേർത്ത് കൊടുത്തു. അതൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ക്യാരറ്റ്, ബീൻസ് ചേർത്ത് കൊടുത്തു കേട്ടോ. പെട്ടെന്നുള്ള വെജിറ്റബിൾ ബിരിയാണി ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഐറ്റംസ് ഒന്നും നമുക്ക് ചേർക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇതിൽ മഷ്റൂം ചേർക്കുക, ഗ്രീൻ പീസ് ചേർക്കുക, ഉരുളക്കിഴങ്ങ് ചേർക്കുക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോളിഫ്ലവർ ചേർക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർക്കുക കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. നമ്മുടെ ക്യാരറ്റ്, ബീൻസ്, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കുക. അതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് എരിവിന് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ സ്പൂൺ, ഒരു 3/4 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. ഒരു 3/4 വേവ് ആയതിന് ശേഷം അതിലേക്ക് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. റൈസ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ മേലെ പിന്നെ നമ്മൾ ഡെക്കറേഷനുള്ള സാധനങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളതൊന്ന് ദം ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ചെയ്യുന്നത് പോലെ ഒരു 20 മിനിറ്റ് നമുക്ക് ദം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതവിടെ റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ റൈസ് എന്ത് കാര്യങ്ങൾ ചെയ്താലും തന്നെ കയ്യോടെ തന്നെ നമ്മുടെ അടുക്കളയിൽ ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ വൃത്തിയാക്കി എടുക്കണമെങ്കിൽ ഒന്നുകൂടെ പണി എളുപ്പമാകും കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മഷ്റൂം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാടനല്ല, കടയിൽ നിന്ന് വാങ്ങുന്ന മഷ്റൂം നമ്മൾ പച്ചക്കറി വാങ്ങുന്ന സമയത്ത് അവിടെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ. മഷ്റൂം നമുക്കതിലിട്ട് ചെയ്യാം കേട്ടോ. പക്ഷേ കുട്ടികൾ അതിൽ മഷ്റൂം ഇടണ്ട, മഷ്റൂം സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് തന്നാൽ മതി പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ അതവിടെ ദം ചെയ്യാൻ വെച്ചതിന് ശേഷം നമ്മുടെ മഷ്റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 20 മിനിറ്റ് നമ്മൾ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല മണമാണ് കേട്ടോ. പിന്നെ നമ്മൾ ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്യൊക്കെ നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ചേർക്കുന്നതിനെക്കാട്ടിലും നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ചേർക്കുന്ന സമയത്ത് നല്ലൊരു മണവും ടേസ്റ്റുമാണ് കേട്ടോ. ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് പച്ചക്കറികളും മസാലയും ഒന്നും കാണാനില്ല. ഞാൻ എവിടെ പോയി 2-3 പ്രാവശ്യം മിക്സ് ചെയ്തപ്പോഴാണ് കേട്ടോ അടിയിൽ നിന്ന് നമ്മുടെ മസാലയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. മസാലയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാൻ പ്രതീക്ഷിക്കാണ്ട് ചെയ്തതുകൊണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയും അതിൽ കുറച്ച് മസാലേനെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ പച്ചക്കറി ഒരുപാടായി കഴിഞ്ഞാലും നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി കഴിക്കുമ്പോൾ വെറും വെജിറ്റബിൾസായി മാറും കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിറയെ പച്ചക്കറി ഉണ്ടെങ്കിൽ എല്ലാം കുറേശ്ശെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മഷ്റൂം പെപ്പർ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ തീ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് നല്ലപോലെ പെപ്പറൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ചോറിൻ്റെ കൂടെ അല്ല ചപ്പാത്തിയുടെ കൂടെ റൈസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് ചേർത്ത് കൊടുത്ത് അവിടെ ഒന്ന് ചെറിയ തീയിൽ വേവാനിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു സാലഡ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഉള്ളിയും അതുപോലെ നമ്മുടെ മല്ലിത്തലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു സാലഡ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് റെഡിയായിട്ടുണ്ട്. നമ്മുടെ എന്താ പറയുക മഷ്റൂം റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായി തന്നെ അത് ചുരുണ്ട് നല്ല ടേസ്റ്റായിട്ട് വരും കേട്ടോ. അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം റെഡിയാക്കിയിട്ട് കയ്യോടെ തന്നെ അടുക്കള നമ്മൾ ക്ലീനിങ് കൂടെ ചെയ്യണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് പിന്നെ ഒരുപാട് വയ്യാണ്ടാവുകയുള്ളൂ കേട്ടോ. അതുകൊണ്ട് നമ്മൾ കയ്യോടെ റെസ്റ്റ് എടുക്കാണ്ട് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും കേട്ടോ.
പിന്നെ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ഉച്ചയ്ക്ക് പറയുമ്പോൾ രാവിലെ ഞാൻ 10 മണി തൊട്ടിട്ടാണല്ലോ നമ്മുടെ ഇപ്പോൾ ഉച്ചയ്ക്കലേക്കുള്ള കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വൈകുന്നേരത്തിനും കൂടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തുള്ള ആ ഒരു ജോലി കൂടെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിച്ചൊന്ന് റെസ്റ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ ചായ കുടിക്കാനാകും, പിന്നെ വൈകുന്നേരത്തിനുള്ള ഭക്ഷണം ഉണ്ടാക്കേണ്ട പണിയാകും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഉച്ചയ്ക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം വെക്കുകയാണെങ്കിൽ നമുക്കത് വൈകുന്നേരത്തിനും കൂടെ എടുക്കാം. നമുക്ക് പണിയും ലാഭമാകും, സമയവും ലാഭമാകും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം നമ്മൾ അടുക്കളയിലൊക്കെ തന്നെ നിന്നിട്ട് നമുക്ക് ഒരുപാട് ബോറടിയും ദേഷ്യം, അതുപോലെ തന്നെ പിന്നെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നേരെ ചൊവ്വേ ചെയ്യാനാവാണ്ടും അങ്ങനെയൊക്കെ ആവും കേട്ടോ. പിന്നെ രാവിലെ തന്നെ നമ്മളെല്ലാം കുക്കിങ് കഴിയുകയാണെങ്കിൽ പിന്നെ നമുക്ക് വൈകുന്നേരത്തിന് കുഴപ്പമില്ല, നമുക്ക് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഉച്ചയ്ക്ക് ഇതുപോലെ കുക്കിംഗ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരത്തിനും കൂടിയിട്ടുള്ള ഭക്ഷണം നമ്മൾ കരുതുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഏകദേശമുള്ള കുക്കിംഗ് പരിപാടിയൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ ക്ലീനിങ് പരിപാടിയൊക്കെ അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ താഴമൊക്കെ ഒന്ന് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടുക്കള എന്നും നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടും നമുക്ക് മാക്സിമം നമ്മുടെ കഴിവിൻ്റെ മാക്സിമം വൃത്തിയായി ഇരിക്കാനും എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. പഴയ പോലെ എന്നല്ല, ഇപ്പോൾ ഒരുപാട് ആൾക്കാർ അത് നല്ല പോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നോക്കുമ്പോൾ നമ്മുടെ മഷ്റൂം അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, നമ്മളൊരു പാക്കറ്റിലേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഭക്ഷണം കഴിക്കാനായി അപ്പോൾ ഏകദേശം നമ്മുടെ ക്ലീനിങ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് എന്താ പറയുക, നമ്മുടെ സാലഡും അതുപോലെ നമ്മുടെ മഷ്റൂമും അതുപോലെ നമ്മുടെ റൈസും ഒക്കെ ആയിട്ടാണ് കേട്ടോ കഴിക്കണം. നമ്മുടെ വെജിറ്റബിൾ റൈസ് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്ക് ഇഷ്ടം പോലെയുള്ള വെജിറ്റബിൾസ്, ഇഷ്ടപ്പെട്ട വെജിറ്റബിൾസ് എല്ലാം ചേർത്തിട്ട് കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഗ്രീൻ പീസൊക്കെ ചേർക്കണമെങ്കിൽ ഒരുപാട് ടേസ്റ്റ് ഉണ്ടാകും കേട്ടോ നമ്മുടെ വെജിറ്റബിൾ ബിരിയാണിക്ക്. പിന്നെ നമ്മുടെ ഹാളിലെ ട്യൂബ് ലൈറ്റ് ഒന്ന് കേട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയതിട്ടാലേ ഇനി വെളിച്ചം കിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വെളിച്ചത്തിലാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനും അശ്വിനും ഒക്കെ ഭക്ഷണം കഴിക്കുകയാണ്. നമുക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയമായി കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിക്കുക ഇടയ്ക്ക് അതുപോലെ വെജിറ്റബിൾസൊക്കെ ബിരിയാണിയൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പനീറോ അതുപോലെ നമ്മുടെ മഷ്റൂമൊക്കെ ഇട്ട് ചെയ്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്